നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് ഇരുചക്ര വാഹനം ഓടിച്ച് പിതാവ്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം. മഞ്ചേരി അരീക്കോട് റോഡിൽ പുല്ലൂരിൽ നിന്നും കിടങ്ങഴിയിലേക്ക് പോകുന്ന ഭാഗത്താണ് സ്കൂട്ടറുമായി 13 വയസ്സുള്ള മകനും പിതാവും സവാരി നടത്തിയത്. വാഹന ഉടമയ്ക്കെതിരെയും പിതാവിനെതിരെയും മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കേസെടുത്തു. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലെ കടലുണ്ടിപ്പുഴയിൽ നിന്നും കോട്ടേപ്പാടത്തേക്ക് വെള്ളം എത്തുന്ന കോട്ടക്കടവ് VCBയുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. VCBയുടെ ഷട്ടറുകൾ കാലപ്പഴക്കം കാരണം തകർന്നിരുന്നു. ഇതേ തുടർന്ന് കിണറുകളിലും ജലാശയങ്ങളിലും ഉപ്പുവെള്ളം കയറുന്നതും കൃഷി നശിക്കുന്നതും പതിവായിരുന്നു. കുടിശ്ശിക തുക ലഭിക്കാത്തത് കാരണം കരാറുകാർ ഭക്ഷ്യധാന്യ വിതരണം നിർത്തി. NFSA ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണത്തിനെത്തിക്കുന്ന കരാറുകാർക്ക് കുടിശ്ശിക തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് കരാറുകാർ ഭക്ഷ്യധാന്യ വിതരണം നിർത്തിയത്. വസ്തുക്കൾ വിതരണത്തിനെത്തിച്ച വകയിൽ 2 മാസത്തെ തുകയാണ് സപ്ലൈകോ നൽകാനുള്ളത്. വിതരണം നിർത്തിയതോടെ ജില്ലയിൽ റേഷൻ കടകളിൽ അരികൾ ഇല്ലാതായി. കനത്ത മഴയും മൂടൽമഞ്ഞും മൂലം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. 4 വിമാനങ്ങളാണ് ഇതുവരെ വഴിതിരിച്ചുവിട്ടത്. ഈ വിമാനങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും കണ്ണൂർ വിമാനത്താവളത്തിലും ലാൻഡ് ചെയ്യും. കർഷകർ സ്ഥാപിച്ച വേലിയും തകർത്ത് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. മണിമൂളി പ്രദേശത്താണ് വനം വകുപ്പിന്റെ വൈദ്യുത വേലി തകർന്നതോടെ കൃഷി സംരക്ഷിക്കാൻ കർഷകർ സ്വന്തം ചെലവിൽ സ്ഥാപിച്ച വേലിയും കാട്ടാനകൾ തകർത്ത് വ്യാപകമായ കൃഷി നശിപ്പിച്ചത്. വൈദ്യുതി പ്രവഹിക്കുന്ന വേലിയിലേക്ക് മരം തള്ളിയിട്ടാണ് തകർത്തത്. കോഴിക്കോട് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1.53 കോടി രൂപയുടെ സ്വർണവും ഇറക്കുമതി അനുമതിയില്ലാത്ത 8 ഡ്രോണുകളും കസ്റ്റംസ് പിടികൂടി. സ്വർണപ്പൊതികൾ കാൽപാദങ്ങൾക്കടിയിൽ ഒട്ടിച്ചു വെച്ച് ഷൂസ് ധരിച്ചെത്തിയ യാത്രക്കാരിൽ നിന്നും 97.16 ലക്ഷം രൂപയുടെ 1.357 കിലോഗ്രാം സ്വർണം ലഭിച്ചതായി കസ്റ്റംസ് അറിയിച്ചു. മലപ്പുറം പൊന്നാനി സ്വദേശിയാണ് അറസ്റ്റിലായത്. എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണെടുപ്പ് വ്യാപകമാകുന്നു. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മണ്ണെടുക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിനുൾപ്പെടെയാണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്. കാലവർഷം ആരംഭിച്ചാൽ ഒരു ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള സാധ്യത ഇവിടെ ഏറെയാണ്. തൊട്ട് താഴെയുള്ള 30ഓളം വീടുകൾക്ക് ഇത് ഭീഷണിയാകും. ഒത്തുതീർപ്പാക്കാവുന്ന കേസുകളും പരാതികളും കാലതാമസമില്ലാതെ പരിഹരിക്കാനായി ദേശീയ ലോക് അദാലത്ത് നടത്തുന്നു. ദേശീയ സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റികളുടെ നിർദ്ദേശമനുസരിച്ച് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റികളുടെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ജൂൺ 8-നാണ് അദാലത്ത് നടത്തുക. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. തിരൂർ പുറത്തൂരിൽ കോയിപ്പുറത്ത് കുഞ്ഞുമ്മയാണ് മരിച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.